4 ദിവസ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രപതിയെ സ്വീകരിച്ചു. രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, നാളെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോകുന്നത്. അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന ഉദ്ദേശവും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തയ്യാറെടുപ്പുകളൊക്കെ ഏത് തരത്തിലായി? 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത്. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാളെ രാവിലെ 8 മണിയോടുകൂടി രാഷ്ട്രപതി ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും. നിലയ്ക്കലിൽ ഹെലിപാഡിൽ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മറ്റു ചില മാർഗ്ഗങ്ങളും ആലോചിക്കുന്നുണ്ട്. കോന്നിയിൽ തന്നെ മറ്റൊരു സ്കൂളിന്റെ ഗ്രൌണ്ടിൽ ഇറങ്ങുന്നതിനുള്ള സാധ്യതകളും സുരക്ഷാ വിഭാഗം തേടുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി രാജ്ഭവനിലാകും രാഷ്ട്രപതി തങ്ങുക. നാളെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് റോഡ് മാർഗമാകും രാഷ്ട്രപതി പോവുക. അവിടെ പമ്പയിൽ കെട്ടുനിറച്ച് പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതിയും സംഘവും സന്നിധാനത്തേക്ക് എത്തും. 18ാം പടി ചവിട്ടി രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പൂർണ്ണ കുംഭം നൽകി അവരെ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത്. നേരത്തെ വി ഗിരി രാഷ്ട്രപതിയായിരിക്കെ 70കളിൽ സന്നിധാനത്ത് ശബരിമലയിൽ എത്തിയിരുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമാണ്. നാളെ വൈകിട്ടോടുകൂടി ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് രാഷ്ട്രപതി തിരികെ രാജ്ഭവനിലെത്തും. ഗവർണർ ഒരുക്കിയിട്ടുള്ള വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാഷ്ട്രപതിക്കും വേണ്ടിയാണ് വിരുന്നൊരുക്കിയിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കും. മറ്റന്നാൾ രാവിലെ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെയാണ് രാജ്ഭവനിലെത്തുമ്പോൾ ഇവിടെ മലയാളി കൂടിയായ KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു സംസ്ഥാന ഗവർണർ. മുഹമ്മദ് ഖാനും രാംനാഥ് കോവിന്ദും മറ്റന്നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രപതി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമ്മേളനത്തിൽ പങ്കെടുക്കും. അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന രാഷ്ട്രപതി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാകും അടുത്ത ദിവസം കൊച്ചിയിലേക്ക് പോവുക. കൊച്ചിയിൽ നിന്ന് രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഏതായാലും ശബരിമല സന്ദർശനം തന്നെയാണ് രാഷ്ട്രപതിയുടെ ഇത്തവണത്തെ രാഷ്ട്രപതിയുടെ വരവിന് തൊട്ട് മുൻപ് ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ ബൈക്ക് കേടായത് പോലീസിനെ അല്പമൊന്ന് അങ്കലാപ്പിലാക്കി. ഗവർണറുടെ വാഹനവ്യൂഹം എത്തിയ സമയത്താണ് ബൈക്ക് കേടായത്. പിന്നെ പോലീസ് ബൈക്ക് തൂക്കി മാറ്റുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാം. ഒരു ബൈക്ക് അവിടെ കേടാകുന്നു. തുടർന്ന് പോലീസ് പരിഭ്രാന്തരാകുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ട് ഈ ബൈക്ക് ഇവിടെ നിന്ന് മാറ്റുകയും മറ്റും ചെയ്യുകയായിരുന്നു. അരുണ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? രാഷ്ട്രപതിയുടെ വരവിന് തൊട്ട് മുമ്പാണ് ഈ ടെക്നിക്കൽ ഏരിയ ശംഖുമുഖത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയ തൊട്ട് മുൻപിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ രാഷ്ട്രപതിയെ വരവേൽക്കാൻ ഒരുക്കി. നമുക്കറിയാം, പ്രഥമ പൌരയാണ്, ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഉള്ള നേതാവാണ് അവർ. തൊട്ട് മുമ്പാണ് ഈ ടെക്നിക്കൽ ഏരിയയിൽ ഇപ്പോൾ പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തിന് മുൻപിലെത്തുമ്പോൾ ഒരു യുവാവ് ഓടിച്ചു വന്ന ബൈക്ക് അവിടെ സ്റ്റക്കാകുന്നത്. അത് ബ്രേക്ക് ഡൌൺ ആവുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് ഉന്തി മാറ്റാൻ പോലീസുകാർ ആവശ്യപ്പെട്ടെങ്കിലും സാധിച്ചില്ല. പിന്നീട് അതിനെ തുടർന്നാണ് ഈ പോലീസുകാർ ദൃശ്യങ്ങളിലുള്ളതുപോലെ പോലീസുകാരുടെ സഹായത്തോടു കൂടി ആ യുവാവ് വാഹനം തൂക്കി മാറ്റുന്നത്. അതിനിടയിൽ തന്നെ ഗവർണറുടെ വാഹനവ്യൂഹവും അതിന് മുന്നിൽ എത്തിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കെങ്കിലും പോലീസിന് ഒരു ആശങ്കയുണ്ടാക്കിയ നടപടിയാണ്. സ്വാഭാവികമായും ഒരു അപകടമാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു ബ്രേക്ക് ഡൌൺ ആണ്. പക്ഷേ അത് ഒരു സുരക്ഷാ വീഴ്ച എന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇടപെട്ട് ആ വാഹനം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അത് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിയുമ്പോൾ രാഷ്ട്രപതി ഇവിടെ എത്തി. മുഖ്യമന്ത്രി അതിന് മുമ്പ് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. ഗവർണറുടെ വാഹനവ്യൂഹം തൊട്ട് പിന്നാലെ യുവാവ് ഉള്ളപ്പോൾ തന്നെ അവിടെ ഗവർണറുടെ വാഹനവ്യൂഹം വരികയും പോലീസ് അയാളെ മറച്ച് സുരക്ഷ ഒരുക്കി നിൽക്കുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രഞ്ജിത്ത്, ശരി.